ബിജെപിയുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഇന്നോ നാളെയോ പ്രഖ്യാപിക്കും. സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അംഗീകാരം നൽകാൻ ബിജെപി പാർലമെന്ററി ബോർഡ് യോഗം ഇന്ന് ചേരും. 2020യും BDJS ഉൾപ്പെടെ ഘടകകക്ഷികളുമായി സീറ്റ് വിഭജന ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ക്ലാസ് മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനം തിരഞ്ഞെടുപ്പിൽ മുതൽക്കൂട്ടാകുമെന്ന് BJP ഉറപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഔദ്യോഗിക പ്രഖ്യാപനം വരുന്നതിന് മുൻപ് തന്നെ സ്ഥാനാർത്ഥികൾ പ്രചാരണ രംഗത്ത് സജീവമായത്. നേമത്ത് രാജീവ് ചന്ദ്രശേഖർ, വട്ടിയൂർക്കാവിൽ R ശ്രീലേഖ, കഴക്കൂട്ടത്ത് V മുരളീധരൻ, പാലക്കാട് ശോഭാ സുരേന്ദ്രൻ, മഞ്ചേശ്വരത്ത് K സുരേന്ദ്രൻ തുടങ്ങി A ക്ലാസ് മണ്ഡലങ്ങളിൽ കളം നിറയുകയാണ്. മഞ്ചേശ്വരത്ത് LDFും UDFും SDPIയുമായി പരസ്യധാരണയെന്ന് K സുരേന്ദ്രൻ. LDFിനെയും UDFിനെയും ജനങ്ങൾ കൈവിടും എന്നുള്ള സ്ഥിതിയാണ് ഇപ്പോൾ കേരളത്തിലുള്ളത്. ഇവർ രണ്ടുപേരും രണ്ടല്ല ഒന്ന് തന്നെയാണ് എന്നുള്ള നിലയാണ് എല്ലാ കാര്യങ്ങളിലും സ്വീകരിച്ചിരിക്കുന്നത്. മഞ്ചേശ്വരത്തിൻ്റെ കാര്യത്തിൽ പിന്നെ LDFുകാർ നിൽക്കുന്നത് തന്നെ UDFിന് വേണ്ടിയാണല്ലോ. അത് അവർ തന്നെ പരസ്യമായി സമ്മതിച്ച കാര്യമാണ്. ഇന്ന് BJPയുടെ പാർലമെന്ററി ബോർഡ് യോഗം ചേരും. വൈകാതെ ആദ്യഘട്ട പട്ടിക വരും. NDAയിൽ സീറ്റ് വിഭജന ചർച്ചകളും പുരോഗമിക്കുകയാണ്. 2020 20 സീറ്റിൽ മത്സരിക്കാനാണ് സാധ്യത. അഴിമതി രാഷ്ട്രീയം, വികസനമില്ലായ്മ തരുന്ന രാഷ്ട്രീയം, തൊഴിലില്ലായ്മയുടെ രാഷ്ട്രീയം, വിലക്കയറ്റുന്ന രാഷ്ട്രീയം, ജമാഅത്തെ ഇസ്ലാമിക്ക് പിന്തുണ കൊടുക്കുന്ന രാഷ്ട്രീയം, ഇതെല്ലാം മാറ്റി ഒരു വികസന രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുപോകാനാണ് ഞങ്ങളുടെ കംപ്ലീറ്റ് ഫോക്കസും ഞങ്ങളുടെ കംപ്ലീറ്റ് ലക്ഷ്യവും ഞങ്ങളുടെ ദൗത്യവും. അതിനിടെ KPCC സെക്രട്ടറി തൊടിയൂർ രാമചന്ദ്രൻ, CPIM ഏരിയ കമ്മിറ്റി അംഗം NA റഷീദ്, NCP ദേശീയ സമിതി അംഗം ദേവപ്രശാന്തും BJPയിൽ ചേർന്നു. 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.